ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഇതിൻ്റെ ഫിഗർ, ഡെറിവേഷൻ, ഇക്വേഷൻ എല്ലാം നല്ലപോലെ പഠിച്ചു വെക്കണം. ഇക്വേഷനിൽ നിന്ന് കുറേ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ പെൻഡുലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു റിജിഡ് സപ്പോർട്ട് ഉണ്ട്. ആ ഒരു റിജിഡ് സപ്പോർട്ടിൽ നിന്നും ഒരു പെൻഡുലം എന്ത് ചെയ്യുക, ഹാങ് ചെയ്തിട്ടേക്കാണ്. ആ പെൻഡുലം എന്ത് ചെയ്യുന്നു, ഓസിലേറ്റ് ചെയ്യുന്നു. സോ ആ ഓസിലേഷനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണേ. ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു പെൻഡുലം എന്ത് ചെയ്യുന്നു, ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ ഇമാജിൻ ചെയ്യാം. സോ ഇവിടെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. സോ ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു പെൻഡുലം ഇവിടെ എന്തായിരിക്കും, അതിൻ്റെ വെയിറ്റ് mg എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു സ്ട്രിങ് ആണല്ലേ, ആ സ്ട്രിങ്ങിലേക്ക് അപ്വേർഡായിട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ mg എന്ന് പറയുന്ന ഈ ഒരു വെയിറ്റിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പം രണ്ട് കമ്പോണൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. കമ്പോണൻസ് ആയിട്ട് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കിക്കേ. ഇവിടെ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും, തീറ്റയായിരിക്കും. സോ ഈ തീറ്റയുടെ അടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് എപ്പോഴും കോസ് തീറ്റയുടെ കമ്പോണൻ്റ് ആയിരിക്കും, അതായത് mgയുടെ കോസ് തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അപ്പം നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാക്കാം, ഇപ്പുറത്ത് എന്തായിരിക്കും, mg സൈൻ തീറ്റ ആയിരിക്കും കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി അതുപോലെ തന്നെ ഈ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം, ലെങ്ത് L ആയിട്ട് എടുക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്താ ഇവിടെ വരുന്നുണ്ടല്ലേ, അപ്പം ഇത്രയും എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് നടക്കുന്നത്. ആ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു, എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അപ്പം നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ഫിഗറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഒരു റിജിഡ് സപ്പോർട്ട് ഉണ്ട്. ആ റിജിഡ് സപ്പോർട്ടിൽ നിന്നും ഒരു പെൻഡുലം ഹാങ് ചെയ്തേക്കുന്നു. ആ പെൻഡുലത്തിന്റെ മാസ് എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് mg എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ട്രിങ്ങിന്റെ ഒരു ടെൻഷൻ അപ്വേർഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഈ mgനെ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എവിടെയൊക്കെ വരുന്നു എന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് തീറ്റയുടെ അടുത്ത് കിടക്കുന്നതാണ് കോസ് തീറ്റ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. സോ അത് mg കോസ് തീറ്റയും മറ്റേത് mg സൈൻ തീറ്റ. അതുപോലെ തന്നെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് x ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം, നമുക്കറിയാം ഈ mg കോസ് തീറ്റയും ഈ t എന്ന് പറയുന്നതും എന്തായിരിക്കണം, അത് ബാലൻസ്ഡ് ആയിരിക്കണം, അത് ഈക്വൽ ആയിരിക്കണം. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, mg കോസ് തീറ്റ ഈക്വൽ ടു ടെൻഷൻ t എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ അപ്പൊ നമ്മൾ mg കോസ് തീറ്റ എന്ന് പറയുന്ന ആളുടെ കാര്യം അവിടെ നോക്കിക്കഴിഞ്ഞു. mg സൈൻ തീറ്റ എന്ന് പറയുന്ന സൈഡിലേക്കാണ് പോകുന്നത്. അത് എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് സൈഡിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് എഫ് എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കാം, മീൻ പൊസിഷനിലേക്കാണ്, റൈറ്റിൽ നിന്നും അത് മീൻ പൊസിഷനിലേക്കാണ് ആ mg കോസ് തീറ്റ mg സൈൻ തീറ്റ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് കൊടുക്കാം, mg മൈനസ് mg സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അപ്പം mg കോസ് തീറ്റ ഏതുമായിട്ട് ബാലൻസ് ചെയ്ത് പോകണം, ടെൻഷൻ ടി യു ആയിട്ട് ബാലൻസ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ mg സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈഡ് വേർഡ്സ് ആയിട്ടാണ് പോകുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫോഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട് സൈഡിലേക്ക് ടു ദ മീൻ പൊസിഷൻ. അതുകൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാം, നെഗറ്റീവ് ആയിട്ട് എടുക്കാം. സോ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് mg സൈൻ തീറ്റയാണ്. ഇനി അതേപോലെ തന്നെ തീറ്റ എന്ന് പറയുന്ന ആള് ഇവിടെ വളരെ സ്മോൾ ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനിൽ ഈ സൈൻ തീറ്റനെ നമുക്ക് എങ്ങനെയായിട്ട് കൊടുക്കാം, അപ്രോക്സിമേറ്റ്ലി തീറ്റയായിട്ട് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടെ പറയാം, തീറ്റ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു ഇക്വേഷനിൽ സൈൻ തീറ്റനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, അപ്രോക്സിമേറ്റ്ലി തീറ്റ ആയിട്ട് എടുക്കുന്നു. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ വരും, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് mg തീറ്റ എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അതേപോലെ തന്നെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇവിടെ നോക്കിക്കേ, ആർക്ക് ലെങ്ത്
അതായത് ഇതിനെ ഇപ്പം ഞാൻ ഈ ഒരു ഫിഗറിനകത്ത് നോക്കുക. ഇതിനെ ഞാനിപ്പോൾ ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതിലിതാ ഇത്രയും ഞാൻ റേഡിയസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഈ ഒരു ഇത്രയും ഇതാണ് സെൻറ്റർ സർക്കിളിൻ്റെ. അവിടെ നിന്നും സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റ് വരെ എന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. സോ അതെനിക്ക് എന്തായിട്ട് എടുക്കാം? റേഡിയസ് ആയിട്ട് എടുക്കാം. സോ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്ന ആരാണ്? ലെങ്ത് എൽ ആണ് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ നോക്കിയ ആർക്കിന്റെ ലെങ്ത്, ആർക്ക് പോയേക്കുന്നതാണ്ട് ഇവിടെയുണ്ട്. അപ്പൊ ആർക്കിന്റെ ലെങ്ത് ഞാൻ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. അപ്പൊ ആർക്ക് ലെങ്ത് എന്താണ്? എക്സ് ആണ്. റേഡിയസ് എന്താണ്? എൽ ആണ്. സോ തീറ്റയുടെ ഇക്വേഷൻ കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റയ്ക്ക് പകരം എക്സ് ബൈ എൽ എന്ന് കിട്ടി. അതേപോലെ നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എം ഇൻറ്റു എ. എൽ എച്ച് എസ് ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആർ എച്ച് എസിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? എം എ ഈക്വൽ ടു മൈനസ് എം ജി ഇൻറ്റു എക്സ് ബൈ എൽ. അപ്പൊ നമുക്ക് ഇവിടെ എം ക്യാൻസൽ ആയി പോകുന്നു. സോ നമുക്ക് അവിടെ നിന്നും എ എന്ന് പറയുന്നത് എന്ത് കിട്ടും? മൈനസ് ജി ഇൻറ്റു എക്സ് ബൈ എൽ എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ, അതായത് ആക്സിലറേഷന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. എന്താണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ? എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ വീണ്ടും എൽ എച്ച് എസ് ഈക്വൽ ആയി. നമുക്ക് എന്ത് ചെയ്യാം? ഈ ആർ എച്ച് എസിനെ ഇക്വേറ്റ് ചെയ്യാം. ആർ എച്ച് എസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ കിട്ടുക? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ഇവിടെ മൈനസും മൈനസും ക്യാൻസൽ ആവുന്നു, എക്സ് എക്സ് ക്യാൻസൽ ആവുന്നു. ബാക്കി വരുന്ന ടേംസ് ഏതൊക്കെയാണ്? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ. അവിടെ നിന്ന് നമുക്ക് ഒമേഗ എന്താണെന്ന് കിട്ടും? റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടി. ഇനി അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π ബൈ ടിക്ക് ഈക്വൽ ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എൽ എച്ച് എസ് ഈക്വൽ ആയി, ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യാലോ. ആർ എച്ച് എസ് വീണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2π ബൈ ടി ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് കിട്ടി. നമുക്കിവിടെ എന്താണ് വേണ്ടത്? സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടി എന്താണെന്ന് കണ്ടുപിടിക്കണം. ടി എന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പം ഞാൻ 2π ആർ എച്ച് എസിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ 1/t ഈക്വൽ ടു 1/2π റൂട്ട് ജി ബൈ എൽ എന്ന് കിട്ടി. പക്ഷെ നമുക്ക് 1/t ആണോ വേണ്ടത്? അല്ല, നമുക്ക് ടി ആണ് വേണ്ടത്. അപ്പൊ ടി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെ വരും? ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി, വിച്ച് ഇസ് ദ ഇക്വേഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. കാരണം പ്രോബ്ലംസ് ഒരുപാട് ഈ ഒരു പോർഷനിൽ നിന്ന് വരാറുണ്ട്. അപ്പം ടൈം പീരീഡ്, സിമ്പിൾ പെൻഡുലം ഇതാണ്. ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. ബൈ.